നമ്മുടെ ചുറ്റുപാടും മാലിന്യങ്ങളൊന്നുമില്ലാതെ വൃത്തിയായി കിടക്കുന്നതിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. ഇക്കുറി ആർക്ക് ഓണസദ്യ നൽകണമെന്ന് ഓർത്തഡോക്സ് സഭയുടെ പത്തനംതിട്ട തുമ്മവൺ ഭദ്രാസനം ആലോചിച്ചപ്പോൾ ഹരിതകർമ്മസേനാംഗങ്ങൾക്കാണ് അവർ പ്രഥമ പരിഗണന കൊടുത്തത്. ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ആശാപ്രവർത്തകർക്കും ഓണസദ്യയും ഒപ്പം ഓണസമ്മാനവും നൽകി. പത്തനംതിട്ടയിൽ മനോഹരമായ ഒരു ഓണസദ്യ നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥികളും ഒപ്പം തന്നെ ഈ സദ്യ കൊടുത്ത സംഘാടകരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഇവിടെ ഓണാഘോഷം നടന്നത്. ഓണസദ്യയൊക്കെ കഴിഞ്ഞു. എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം. ഇതിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടവർ ആരാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷമുള്ളത്. ആരെയാണ് ഇന്ന് വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചത്? പത്തനംതിട്ട നഗരസഭയിലെ ഹരിതസേന അംഗങ്ങളെയും ആശാ വർക്കേഴ്സിനെയുമാണ് ഈ ഓണത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. നമ്മുടെയൊക്കെ നഗരവും വീഥികളുമൊക്കെ ശുചിയായി കിടക്കുന്നതിൽ ഈ കാണുന്ന ഇവരുടെ സേവനം എത്രമാത്രം സ്തുത്യർഹമാണെന്ന് നാം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഓണസദ്യ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, നല്ല സന്തോഷം, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓണസദ്യയും ഒരു ചെറിയ ഓണക്കോടിയും ഒക്കെ അവർക്ക് കൊടുത്തു. ഞാൻ ഇവരെ ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് പ്രധാനമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഇവർ പരിഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അവർ ഏതാണ്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പത്തനംതിട്ട ശുചിയാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. രണ്ടാമത്തേത്, ഈ പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെ സമത്വത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിനകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഉണ്ട്. ഞാനാണെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാപ്പൊലീത്തയാണ്. പക്ഷേ നമ്മൾ ഒന്നാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള മതത്തിന്റെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കും, പരസ്പരം സഹകരിക്കാൻ സാധിക്കും, കരുതുവാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് നൽകുന്നത്. ഇവരുടെ ഈ ഓണക്കോടി കൊടുത്ത ആ ഒരു കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, ഒന്നിച്ചൊരു നല്ലൊരു ഓണം. എങ്ങനെയുണ്ടായിരുന്നു ഓണസദ്യ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാവരും ഒറ്റ വാക്കിലാണ് മറുപടി പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് വിശദീകരിച്ച് പറ. എന്തൊക്കെ വിഭവങ്ങളുണ്ടായിരുന്നു? എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി അല്ലേ? സന്തോഷമായി. തിരുവോണത്തിന്റെ അന്നൊന്നും ഇവർക്ക് അവധിയില്ല. അവരന്നും നമുക്ക് വേണ്ടിയൊക്കെ ഇവർ തെരുവുകളിൽ കർമ്മ നിരതരായിരിക്കും. ഏതായാലും ഇന്ന് ഇവർക്ക് സന്തോഷത്തിന്റെ ദിനമാണ്. ഒരു നല്ല ഓണസദ്യ അവർ കഴിച്ചു. ഒപ്പം തന്നെ ഓണക്കോടിയും അവർക്ക് ലഭിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.